ഹലോ നമസ്കാരം. ഒരാഴ്ചയിലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അപരാധങ്ങളിലെ കുറച്ച് വീഡിയോസ് ആണ് കാണുന്നത്. ആദ്യം തന്നെ രാവിലെ നിങ്ങൾ ഒരു ഗുഡ് മോർണിംഗ് കേട്ടിട്ട് തിരിച്ചു വാ, അപ്പോഴത്തേക്ക് ബാക്കി റെഡിയാക്കി വെക്കാം. ഹലോ ശിലൂലു, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. രാവിലെ എല്ലാവർക്കും ചൂടോടെ ഗുഡ് മോർണിംഗ് കിട്ടിയപ്പോണ്ടല്ലോ. ഈ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്ന കാര്യം പരിഗണിക്കുക. ലൈക്ക്, ഷെയർ, കമന്റ് ഒക്കെ തരിക. അപ്പൊ നമുക്ക് ഒരു മുടിവെട്ട് കടയിൽ അപരാധ വീഡിയോ കാണാൻ അടുത്ത. मैं गाली नहीं दे सकता, गाली नहीं देना। भारी मिस्टेक हो गया सर। എന്റെ പൊന്നോ, ഇമാതിരി വീഡിയോ ഒരു രക്ഷയില്ല. യവന്മാര് കുറെ ആൾക്കാര് എന്താണ് ഈ സോഷ്യൽ മീഡിയക്കകത്ത് കാണിക്കുന്ന. എന്റെ പൊന്നോ, ഇനിയിപ്പോ നമ്മള് ഇനി തിരിച്ച് കേരളത്തിലോട്ട് വരും കേട്ടോ. കേരളത്തിൽ ഒരാടെ വിഷമം കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പുള്ളിയുടെ ഇന്നത്തെ വിഷമം എന്താന്നുള്ളത്, അത് രാത്രിയിലത്തെ ഒരു വിഷമം, അത് എന്താന്നുള്ളതെന്ന് കേൾക്കുന്നത്. എനിക്കൊരിക്കലും പെണ്ണ് കിട്ടും തോന്നുന്നില്ല. 40 വയസ്സാകുമ്പോണു, പ്രായമായി, നെഗറ്റീവ് ഇമേജോ, അതുകൊണ്ട് എനിക്കിനി പെണ്ണ് കിട്ടും തോന്നുന്നില്ല. വയ്യ, അങ്ങ് അവശതയാ. ആ പറച്ചിലിന് തന്നെ വയ്യ. 40 വയസ്സായി പാവപ്പെട്ട പെണ്ണ്. ഈ വീഡിയോയുടെ ഒക്കെ കമന്റ് ബോക്സ് വായിക്കണമെങ്കിലുണ്ടല്ലോ, എന്റെ പൊന്നോ ചിരി ചൂപ്പാട് വരും. അണ്ണന് വയ്യ സത്യം പറയാം. 40 വയസ്സായെന്ന് പറഞ്ഞാൽ അണ്ണൻ തന്നെ അങ്ങ് തളർന്ന്. ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ഇനി മാരകമായ ഒരു പ്രകടനം കേരളക്കരയിൽ നിന്നും അതൊന്ന് കാണും. കൊള്ളാം. അതിനകത്ത് നമ്മൾ കുറ്റമായിട്ടൊന്നും പറയുന്നില്ല. അതിനകത്ത് പറയാനും ഇല്ല കുറ്റം വന്നു. ഇനിയിപ്പോ എന്തായാലും നമ്മള് ഒരു പ്രകടനം കണ്ടല്ലേ, പാട്ട് കേൾക്കാം രാവിലെ തന്നെ. തുടിയിൽ തുടിയിൽ ഉണരും ത്രിപുട കേട്ടു, തുടിയിൽ ഉണർന്നു പാടി എന്റെ നടന മണ്ഡപം തുറന്നുവാ. ഇത് കേട്ട് തൊട്ടടുത്തുള്ള കല്യാണ മണ്ഡപത്തിന്റെ വരെ കവാടം തനിയെ തുറന്നെന്നാ പറഞ്ഞു. അത്തരത്തിലെ പാട്ടല്ലേ. യേശുദാസിനൊക്കെ എന്തിനാണ് നമ്മൾ തല കയറ്റി നടക്കുന്നത്? അതിന്റെ അതുല്യനായ ഇതേപോലത്തെ കലാകാരന്മാരുള്ളപ്പം കഴിവുള്ളവരൊക്കെ മുമ്പോട്ട് വരട്ടെന്ന്. അലൻ ജോസ് പെരേരൊക്കെ മുമ്പോട്ട് വരട്ടെ. ഇനിയിപ്പം ഒരു ചെറുക്കന്റെ അതായത് ഈ നിർദ്ധനായ ഒരു യുവാവിന്റെ ഒരു രോദനം, അല്ലെ അവന്റെ വിശപ്പിന്റെ കാഠിന്യത്തെ കുറിച്ച് വിഷമമുള്ള വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. എങ്കിലും ഇത് നമ്മൾ വെക്കാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഇത്രയും ഇമോഷണലി ടച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തത്. അതായത് നമുക്ക് അതൊന്ന് കേൾക്കാം. ആരെങ്കിലും എനിക്ക് പോരാട്ടം ഇറച്ചി വാങ്ങി തരൂ പ്ലീസ്. ആരെങ്കിലും എനിക്ക് പോരാട്ടം ഇറച്ചി വാങ്ങി തരുമോ? അയ്യോ വിശക്കുന്നു. ഇജ്ജ് ജമ്പളോട് ഒരു ബാക്ക് പറഞ്ഞാ പോരാനിതാ. ഇക്ക ബാക്കി തരൂലേ ഹവക്ക് പൊറോട്ട ഇറച്ചി. വേറെ അവരെ പോയി അന്റെ അഡ്രസ് പറയുന്നീ. ഞമ്മൾ ഇപ്പൊ തന്നെ അരക്കൊല്ല പൊറോട്ട ഇറച്ചിയായിട്ട് മരുന്നി. ഇക്കതേ ഇവിടെ ബായത്തോട്ടത്തിലുണ്ട്, നീ ഇങ്ങോട്ട് ബാന്ന്. മനുഷ്യനല്ലേ പുല്ലേ. ഇപ്പൊ എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. മനുഷ്യനല്ലേ, അവന്റെ ആഗ്രഹം കാക്കാതെ സാധിച്ചു കൊടുക്കാന്ന് പറഞ്ഞേക്കുന്നത്. എന്തായാലും കാണിച്ചു കൊടുക്കട്ടെ. ഇനിയിപ്പോ നമ്മുടെ ഹെലികോപ്റ്ററിന്റെ മുടി വെട്ടുന്ന വീഡിയോ ആണ്. നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ഇൻസ്റ്റാഗ്രാമിലെ ഹെലികോപ്റ്റർ മാൻ. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. ഹെലികോപ്റ്റർ helicopter paracofer huh? പാവ അണ്ണനെ അവിടെ പോയി ഇരുന്നതേ ഓർമ്മയുള്ളൂ. എന്തോ ചെയ്യാനൊക്കും. ഇനി എപ്പോഴെന്ന് പറഞ്ഞാല് ഈ ആഴ്ചയിലെ ഏറ്റവും മികച്ച എഡിറ്റിങ്ങിനുള്ള അവാർഡ് ഇൻസ്റ്റാഗ്രാം കൊടുത്ത ഒരു വ്യക്തിയുടെ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഏറ്റവും മികച്ച എഡിറ്റിംഗ് കാറ്റഗറി മത്സരിച്ച അണ്ണന്റെ വീഡിയോ ആണ്. ആർസിപ്പയിൽ കാണുക.
ഇതിപ്പോ ഈ ഇത്രയും വലിയ AI സംവിധാനമൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഇങ്ങനത്തെ എഡിറ്റിംഗ് പടച്ചു വിടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതുകൊണ്ടായിരിക്കും ഇൻസ്റ്റാഗ്രാം എഡിറ്റർ ഓഫ് ദി വീക്കായിട്ട് ഈ പുള്ളിയെ തെരഞ്ഞെടുത്തത്. അത്രയും മാർഗമായ എഡിറ്റിംഗ് ആണ്, പീക്ക് ലെവൽ, മറ്റൊന്നും പറയാനില്ല. ഇനിയിപ്പോ നമുക്ക് ഒരു ദമ്പതികളുടെ ഒരു ടോക്കാണ്, ഒന്നുമില്ല, ഒരു രസമായിട്ടുള്ള ഒരു ടോക്ക്, അതൊന്ന് കേട്ട് നോക്കുന്നത്. ഇന്നെന്തുവാ കറിക്ക്? അല്ല പതിവില്ലാതെ കറി കഴിപ്പ് പരിപാടിയാണല്ലോ, അല്ലെങ്കിൽ കിച്ചണിൽ പോലും വരാത്ത നീയാണല്ലോ. അല്ല മുരിങ്ങക്കോലൊക്കെ വെറുതെ കിടക്കുന്നോണ്ട് ചോദിച്ചതാ, അതുകൊണ്ടൊരു കറി ഉണ്ടാക്കാൻ. മുരിങ്ങക്കോല് മാത്രം നീ കണ്ടോളൂ ആണോ? എന്നിട്ട് വേണം എന്റെ ഉള്ള സമാധാനം കൂടെ പോയി കിട്ടാന്. എങ്ങനെ പറയുന്നത്? മുരിങ്ങക്കോല് കഴിക്കാതെ തന്നെയുള്ളവരുടെ കോൽക്കളിയെ സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് വേണം ഇനി നീ മുരിങ്ങക്കോല് കഴിച്ചിട്ട് കൂടെയുള്ള ഒരു കോൽക്കളി കാണാൻ അല്ലേ? കോൽക്കളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, മറ്റേ സ്കൂളിലൊക്കെ കലോത്സവത്തിനൊക്കെ കളിക്കുന്ന ആ കോൽക്കളി, അതിന്റെ കാര്യം ഉദ്ദേശിച്ചേട്ടോ. പിന്നെ ദഫ്മുട്ടുണ്ട്, അതിന്റെ കാര്യം പറഞ്ഞില്ല ചേച്ചി, വിട്ടുപോയ. ഇനിയിപ്പോ ഈ വേറൊരു വീഡിയോ ഇനി വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ അസൂയക്കും കുശുമ്പിനും മരുന്നില്ലെന്ന് നമ്മൾ പറയത്തില്ലയോ, നമ്മുടെ കേരളത്തില് ഇതാണ് പ്രശ്നം. കേരളത്തിലെന്നല്ല, ഇന്ത്യയില് ഒരാൾക്കൊരു നല്ല കാര്യം വന്നാൽ അത് ആർക്കും കണ്ടുകൂടാ. കണ്ട ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയ, ഇതൊക്കെ മില്യൺ കണക്കിന് വ്യൂസ് ആയി ഈ ഒരു വീഡിയോക്കൊക്കെ വന്നേക്കുന്നത്. കമന്റോ ഏതൊക്കെയോ ഭാഷയിലുള്ള തെറിയും ചിരിയും, ഒന്ന് കണ്ടു നോക്ക്. ആ പാവപ്പെട്ടവന് ഒരു നല്ല പെണ്ണിനെ കിട്ടിയതിന് ഈ ആൾക്കാർക്ക് ഇത്രയും കുശുമ്പ് ഇറങ്ങേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തോ മാതിരി വീഡിയോകളൊക്കെയാണ് ഇത് ഇൻസ്റ്റാഗ്രാമിനകത്ത്. ഇനിയിപ്പോ എന്തായാലും അവരാതെ വീഡിയോകൾ നിർത്താൻ പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഒരു അതുല്യ കലാകാരന്റെ കുറച്ച് നൃത്ത ചൂടുകൂടി കണ്ടിട്ട് അവസാനിപ്പിക്കാം. എന്റെ പൊന്നമ്മച്ചി, കുറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അതിനകത്ത് കുറച്ച് ആൾക്കാരും ഇതിനൊക്കെ എന്തോ പറയാനാ നമ്മള്, ഇതിനൊക്കെ എന്തോ സമാധാനം പറയുന്നത്. അണ്ണന്റെ ഡാൻസ് കൂടെ കൊണ്ട് ഈ ആഴ്ചത്തെ നമ്മുടെ എന്തായാലും ഒരാഴ്ച വീക്കിലെ അപരാധ വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിലെ ഇവിടെ തീരുകയാണ്. അപ്പൊ എല്ലാവരും നമ്മളെ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. ഇനിയും നമ്മളെ ഒന്ന് സപ്പോർട്ട് തരാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്യുക. അതിനോടൊപ്പം നമ്മുടെ ലൈക്കും ഷെയറും കമന്റും ഒക്കെ തന്ന് മാക്സിമം സപ്പോർട്ട് തരിക, കൂടെ നിൽക്കുക. ചെറിയൊരു ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. വേറൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക് യു.